ഒരു ഈ മനസ്സിൻ്റെ പ്രത്യേകത. ബുദ്ധൻ്റെയും ബദ്ധൻ്റെയും മനസ്സ് പ്രവർത്തിക്കുന്ന രണ്ടും വ്യത്യസ്ത രീതിയിലാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഒരു സൈക്കോളജിസ്റ്റായുള്ള ജങ് 1950s ഇന്ത്യയിൽ വരികയും പല യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹം ലെക്ചേഴ്സൊക്കെ നടത്തുകയും ചെയ്ത സമയത്ത് അദ്ദേഹത്തോട് നമ്മുടെ രമണ മഹർഷിയെ പോയെന്ന് കാണാൻ പറയുന്നു. ഓഷോ പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം അത് ചെയ്തില്ല, അദ്ദേഹത്തെ കാണാൻ പോയില്ല. അതിന് കാരണം അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള റിലേറ്റഡ് ബീയിങ്ങുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുള്ള ഭയമാണെന്നാണ് ഓഷോ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു ബുദ്ധനാണല്ലേ യഥാർത്ഥത്തിലൊരു മനഃശാസ്ത്രജ്ഞൻ എന്നാണ് ചോദ്യം. മനഃശാസ്ത്രജ്ഞൻ സമീപിക്കുന്ന ഒരു കാഴ്ചപ്പാടല്ല ബുദ്ധൻ്റെ കാഴ്ചപ്പാട്. തികച്ചും വ്യത്യസ്തമായിരിക്കുന്ന കാഴ്ചപ്പാടാണ്. ബുദ്ധൻ മനസ്സിനെയോ മനുഷ്യനെയോ പിന്നെ ജീവിതത്തെയോ ഒന്നും തന്നെയും എമ്പതറ്റിക്കായിട്ട് അല്ല സമീപിക്കുന്നത്, കമ്പാഷനേറ്റ് ആയിട്ടാണ് സമീപിക്കുന്നത്. ദാറ്റ്സ് എ ഡിഫറൻസ്. കരുണയോടുകൂടിയാണ് മനുഷ്യനെ കാണുന്നതും മനുഷ്യജീവിയെ കാണുന്നതും ജീവിതത്തെ കാണുന്നതും ഒക്കെ. അവിടെ കരുണയുള്ളതുകൊണ്ട് മാത്രമാണ് ഒരുവൻ ഒരു മാനസികമായിരിക്കുന്ന ദുഃഖത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് കാണുമ്പം അവൻ എന്തുകൊണ്ടാണ് അത് അനുഭവിക്കുന്നതെന്ന് നന്നായിട്ട് തിരിച്ചറിയാമായിരുന്നിട്ട് കൂടി അത് ഓർമ്മിച്ചുകൊണ്ട് അവൻ്റെ കയ്യിലിരിപ്പ് ഇതാണ്, അനുഭവിക്കട്ടെ എന്ന് വിചാരിക്കില്ല. മറിച്ച് അവനെ ചേർത്ത് നിർത്തുകയെന്ന്, അവനെ മനസ്സിലാക്കാൻ ശ്രമിപ്പിക്കുക. പ്രയോജനമൊന്നും ഉണ്ടാകണമെന്നില്ല, കാരണം അവൻ ഈ കർമ്മത്തിൻ്റെ വഴി കൂടെ പൊക്കോളും. അതിപ്പോൾ ബുദ്ധൻ വിചാരിച്ചാലും ഇല്ലെങ്കിലും അവന് യാത്ര ക്ലിയറാണ്. ബുദ്ധൻ ഒരു വഴി ഇട്ടു കൊടുക്കും. അവൻ്റെ സ്വന്തം പ്രയത്നത്തിലൂടെ അവന് ആ വഴി കൂടി സഞ്ചരിച്ച് മാറാൻ വേണ്ടിയുള്ളൊരു സാഹചര്യം ഉണ്ട് എന്നവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും എന്നുള്ളതേ ഉള്ളൂ. വിജയിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അതിന് കാരണം എന്തുകൊണ്ടാണ്? കരുണയുള്ളതുകൊണ്ടാണ്. എമ്പതി എന്ന് പറയുന്നൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ അങ്ങനെയല്ല. ഒരു ശാസ്ത്രജ്ഞൻ, സാറ് പറഞ്ഞ ഒരു മനഃശാസ്ത്രജ്ഞൻ ഒരു കാര്യത്തെയോ ഒരു മനുഷ്യനെയോ കാണുന്നത് തൻ്റെ മുമ്പിലുള്ളൊരു സ്പെസിമെനായിട്ടാണ്. ആ സ്പെസിമെനെ അനലൈസ് ചെയ്യുന്ന ഒരു ഭൗതികമായിരിക്കുന്ന കാഴ്ചപ്പാട് മാത്രമേ, ഒരു ലാബിൽ കാണുന്ന ഒരു രാസവസ്തുവിനോടുള്ള ആഭിമുഖ്യം മാത്രമേ ആ വ്യക്തിയോടുള്ളൂ. ആ വ്യക്തിയുടെ കാര്യങ്ങളിലേക്ക് പോകരുത്, അതിലേക്ക് പോകാനേ പാടില്ല, ഇമോഷണലായിട്ട് എടുക്കാനേ പാടില്ല എന്ന് തന്നെയാണല്ലോ അവരെ പഠിപ്പിക്കുന്നത്. അപ്പം അതിന് സാധാരണ മനഃശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ റോജേറിയൻ എമ്പതി എന്നതിനെ വിളിക്കാറുണ്ട്. അതൊരു മനഃശാസ്ത്രപരമായ ഒരു ടെർമിനോളജിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ മനുഷ്യനെ കാണുന്നത് വ്യത്യസ്തമായിട്ടായതുകൊണ്ട് ഒരു ബുദ്ധൻ്റെ സമീപനം തികച്ചും വ്യത്യസ്തമായിരിക്കും. ഒരു അഹേതുക കൃപ എന്നതിനെ വിളിക്കും. അഹേതുക കൃപ എന്ന് പറഞ്ഞാൽ കാരണമില്ലാത്ത കൃപ. മേഴ്സി ഓർ കമ്പാഷൻ ഓർ ഗ്രേസ് ബിയോണ്ട് കോസ്. അതാണ് അതിന് വ്യത്യാസം.